ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 36-ാം അധ്യായം. ഏസാവ് ഏദോമ്യരുടെ പിതാവ്. ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിൻ്റെ സന്താന പരമ്പര ഇതാണ്. കന്യാനി സ്ത്രീകളായിരുന്നു ഏസാവിൻ്റെ ഭാര്യമാർ. ഹിത്തിനായ ഏലോൻ്റെ മകളാണ് ആദ. ഹിവിനായ സിബയോൻ്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹാലിബാമ. ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമാണ് ബസ്മത്ത്. ഏസാവിന് ആദായിൽ എലീഫാസും ബസ്മത്തിൽ റൗവേലും ജനിച്ചു. ഒഹൊലിബാമയിൽ അവന് യഹൂഷും യാലാമും കോറഹും ജനിച്ചു. കാനാൻ ദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണ് ഇവർ. ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തൻ്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായി യാക്കോബിനെ വിട്ട് അകലെയുള്ളൊരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ച് പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്ത വണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സെയീർ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സെയീർ മലയിലെ ഏദോമ്യരുടെ പിതാവായ ഏസാവിൻ്റെ സന്തതി പരമ്പര. ഏസാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ: ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലീഫാസ്, ഭാര്യയായി ബസ്മത്തിലുണ്ടായ മകൻ റവുവേൽ. എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമർ, സെഫോ, ഗത്താം, കെനസ്. ഏസാവിൻ്റെ മകൻ എലീഫാസിന് തിമ്ന എന്നൊരു ഉപനാരിയുണ്ടായിരുന്നു. എലീഫാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ. റെബുവേലിൻ്റെ പുത്രന്മാരാണ് നഹത്ത്, സോഫ്, ഷമ്മ, മിസാം എന്നിവർ. ഏസാവിന് ഭാര്യ ബസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ. സിബയോൻ്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹൊലിബാമായിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യവൂഷും യാലാമും കോറഹും. ഏസാവിൻ്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു. ഏസാവിൻ്റെ കടിഞ്ഞിൽ പുത്രനായ എലീഫാസിൻ്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്, കോറഹ്, ഗത്താം, അമലേക്ക് എന്നിവർ ഏദോം നാട്ടിൽ എലീഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിൻ്റെ പുത്രനായ റെവുവേലിൻ്റെ പുത്രന്മാർ പ്രമുഖരായ നഫത്ത്, സെറഫ്, സോഫ്, ഷമ്മ, മിസ്സ. ഏദോം നാട്ടിൽ റെവുവേലിനുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ. അവർ ഏസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ സന്തതികളാണ്. ഏസാവിൻ്റെ ഭാര്യ ഒഹൊലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യവൂഷ്, യലാം, കോറഹ്. ഇവർ ഏസാവിൻ്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹൊലിബാമയിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവർ ഏസാവിൻ്റെ സന്തതികളും ഏദോമിലെ പ്രമുഖന്മാരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയീർ എന്ന ഹോരിൻ്റെ പുത്രന്മാരുമാണ് ലോത്താൻ, ശോബാൽ, സിബയോൻ, ആന, ദിശോൻ, ഏസർ, ദിശാൻ. ഇവർ ഏദോം നാട്ടിലെ സെയീറിൻ്റെ പുത്രന്മാരും ഹോരിയയിലെ പ്രമാണികളുമാണ്. ലോത്താൻ്റെ പുത്രന്മാർ ഹോരി, ഹേമ. ലോത്താൻ്റെ സഹോദരി ആയിരുന്നു തിമ്ന. ശോബാലിൻ്റെ പുത്രന്മാർ അൽവാൻ, മനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം. സിബിയോൻ്റെ പുത്രന്മാർ അയ്യ, ആന. തൻ്റെ പിതാവായ സിബയോൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീശോൻ ആനായുടെ പുത്രനും ഒഹലിബാമ പുത്രിയുമായിരുന്നു. ഹെംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു ദീശോൻ്റെ പുത്രന്മാർ. ഏസറിൻ്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും. ദീശാൻ്റെ പുത്രന്മാരായിരുന്നു ഊസും അരാനും. ഹോരരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ, ശോബാൻ, സിബയോൻ, ആന എന്നിവർ. ദീശോൻ, ഏസർ, ദീശാൻ എന്നിവർ സെയീർ നാട്ടിൽ ഹോരരിലെ പ്രമുഖരായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഏദോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു. ബയോറിൻ്റെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവൻ്റെ പട്ടണത്തിൻ്റെ പേർ ദിൻഹാബ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ ബോസ്രായിലെ സേറഹിൻ്റെ മകനായ യോബാബ് രാജാവായി. യോബാബ് മരിച്ചപ്പോൾ തെമാന്യനായ ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ ബദാദിൻ്റെ പുത്രനായ ഹദാദ് രാജാവായി. അവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. അവൻ്റെ പട്ടണത്തിൻ്റെ പേര് അവിദ് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ മസ്രേക്കായിലെ സംല രാജാവായി. സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബോത്തിലെ സാവൂൾ രാജാവായി. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകനായ ബാൽഹനാൻ രാജാവായി. അക്ബോറിൻ്റെ മകനായ ബാൽഹനാൻ മരിച്ചപ്പോൾ ഹദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത്. അവൻ്റെ പട്ടണത്തിൻ്റെ പേര് പാവു എന്നായിരുന്നു. മെസാഹാബിൻ്റെ പൗത്രിയും
മത്രേദിൻ്റെ പുത്രിയുമായ മെഹത്തേബാൽ ആയിരുന്നു അവൻ്റെ ഭാര്യ. കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖർ തിമ്ന, അൽവ, യത്തത്ത്, ഒഹൊലിബാമ, ഏല, പിനോൻ, കേനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഇറാം എന്നിവരായിരുന്നു. തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസസ്ഥലമനുസരിച്ച് ഏദോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു. ഏസാവാണ് ഏദോംകാരുടെ പിതാവ്.